സൈബർ കുറ്റവാളികൾ പണം തട്ടിയ കേസിൽ നീതി ഉറപ്പാക്കാനുള്ള തൃശൂർ ഒല്ലൂക്കര സ്വദേശിയായ വയോധികന്റെ ശ്രമം വെറുതെയായില്ല. ഹൈക്കോടതിയിലെ നിയമപോരാട്ടം CBI അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. തൃശൂർ സൈബർ ക്രൈം പോലീസ് എടുത്ത കേസ് ഇനി CBI അന്വേഷിക്കും. കേസിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. പരാതിക്കാരന്റെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം പരിശോധിച്ച് അന്വേഷണം തുടങ്ങി. 1 കോടിയിൽ പരം രൂപയാണ് സൈബർ കുറ്റവാളികൾ തട്ടിയെടുത്തത്. എന്നാൽ പ്രതികൾ ആരെന്ന് പോലും തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ടാണ് പ്രതികൾ വയോധികനെ ബന്ധപ്പെട്ടത്. 2024 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. 75കാരന്റെ ഫോണിൽ FedEx കൊറിയറിന്റെ ബ്രാഞ്ച് ഓഫീസിൽ നിന്നാണെന്നും പറഞ്ഞ് ഫോൺ വന്നു. അജയ് കുമാർ എന്നാണെന്ന് ഇയാൾ സ്വയം പരിചയപ്പെടുത്തി. പരാതിക്കാരന്റെ പേരിൽ മുംബൈ ഫെഡെക്സിൽ നിന്നും ഒരു പാക്കേജ് റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. ഈ പാക്കേജിൽ മയക്കുമരുന്നുകളായിരുന്നു എന്നും മുംബൈ കസ്റ്റംസ് ഇത് പിടികൂടിയെന്നും ഇയാൾ പറഞ്ഞു. 700 ഗ്രാമോളം MDMA പിടികൂടിയെന്നായിരുന്നു വിവരം. തുടർന്ന് കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നും ഇയാൾ അവകാശപ്പെടുകയും ചെയ്തു. സൈബർ ക്രൈം വിഭാഗത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ ഫോൺ കോൾ കട്ടാക്കിയത്. ശേഷം മുംബൈ സൈബർ ക്രൈം വിഭാഗത്തിൽ നിന്നാണ് എന്ന് അവകാശപ്പെട്ട് മറ്റൊരാൾ പരാതിക്കാരനെ ബന്ധപ്പെട്ടു. കേസ് വളരെ ഗൗരവമേറിയതാണെന്നും നിരീക്ഷണത്തിലാണെന്നും ഇയാൾ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നും ഇവർ അവകാശപ്പെട്ടു. അക്കൗണ്ട് പരിശോധിക്കാൻ പണം അയക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അന്വേഷണ വിഭാഗത്തിന്റെ രീതി അതാണെന്നും നടപടികൾക്ക് ശേഷം പണം തിരികെ നൽകുമെന്നും പ്രതികൾ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. മുംബൈ സൈബർ ക്രൈം വിഭാഗം, ആദായ നികുതി, CBI എന്നീ വിഭാഗങ്ങൾ കേസ് അന്വേഷിക്കുന്നതായും ഇയാൾ അവകാശപ്പെട്ടു. പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകാൻ അവകാശപ്പെട്ട് വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്തു. തട്ടിപ്പ് മനസ്സിലാക്കാതെ വയോധികൻ ബാങ്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അവർ 1 കോടിയിൽ പരം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. 2 ദിവസത്തെ കാലയളവിൽ പല തവണകളായി പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് പ്രതികൾ പണം കൈപ്പറ്റുകയായിരുന്നു. തുടർന്ന് പരാതിക്കാരന്റെ അക്കൗണ്ടുകൾ എല്ലാം പരിശോധിച്ചതായും അനധികൃതമായ ഇടപാടുകളൊന്നും കണ്ടെത്താൻ ആയിട്ടില്ലെന്നും പ്രതികൾ പറയുകയും ചെയ്തു. കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അനുമതി കിട്ടിയാൽ ഉടൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തതിനെ തുടർന്ന് 75കാരൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. ഭാരത ന്യായ സംഹിതയിലെ 318(4) വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ 66D വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശാസ്ത്രീയ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഇതോടെയാണ് CBI അന്വേഷണ ആവശ്യവുമായി പരാതിക്കാരൻ ഹൈക്കോടതിയിൽ എത്തിയത്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. CBIയും ഇതേ നിലപാടെടുത്തു. എന്നാൽ രാജ്യത്തുടനീളം അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിന്റെ പരിധി കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്.